ക്യാമ്പസിൽ നിന്നും വളർന്ന് പന്തലിച്ച മോപ്മി എന്ന കമ്പനിയെക്കുറിച്ച് 4G കഴിഞ്ഞ എപ്പിസോഡിൽ അവതരിപ്പിച്ചത് ഓർമ്മയുണ്ടാകും അല്ലേ? എന്നാൽ ഇവരെ തന്നെ മാതൃകയാക്കി ക്യാമ്പസിൽ നിന്നും മൊട്ടിടുന്ന മറ്റൊരു കമ്പനിയെക്കുറിച്ചാണ് ഇത്തവണ. 3ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മാത്രമാണ് ആരാധ്. എന്നാൽ 6 മാസം മാത്രം പ്രായമായ ആരാധിന്റെ കമ്പനി നേടിയത് 60 ലക്ഷത്തിലേറെയുള്ള ലാഭം. ടെക്നോ പാർക്കിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ അഥവാ TBIയിൽ വിരിഞ്ഞു വരുന്ന ആരാധിന്റെയും കൂട്ടരുടെയും സിമേർജ് എന്ന കമ്പനിയെക്കുറിച്ചാണ് 4Gയിൽ അടുത്തത്. ഞാനൊരു ടെക്കി ടേൺ എൻ്റർപ്രൂവർ ആണെന്ന് പറയാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു ജാവ പ്രോഗ്രാം എഴുതി when I was 15 years old. അപ്പോഴായി ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത്. എനിക്കൊരു 16 വയസ്സായപ്പോഴാണ് ഇത് എത്തിയത്. അപ്പം ആൻഡ്രോയിഡ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ജാവയിലാണ് എല്ലാം. ഇറ്റ്സ് റൺസ് ഓൺ ജാവ. അപ്പം ഈ ഞാൻ പഠിച്ച നോളജ് എനിക്ക് അപ്ലൈ ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി. അത് ഞാൻ ആൻഡ്രോയിഡായിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ അതിൽ പഠിക്കാൻ വേണ്ടി കുറേ ആപ്സ് ഇങ്ങനെ ഉണ്ടാക്കി അത് ആ ഒരു ആപ്പ് മേക്കിംഗ് സ്കിൽ പെർഫെക്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ ചാടിയത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി. അവിടെയാണ് എനിക്ക് എൻ്റെ ഒരു മേജർ ബ്രേക്ക് ത്രൂ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. സോ ഞാനും എൻ്റെ ഒരു ടീമും, എൻ്റെ ടീമിൽ ഏറ്റവും ചെറുപ്പമുള്ള ആൾ ഞാനായിരുന്നു. അപ്പം വി സ്റ്റാർട്ടഡ് സംതിങ് കോൾഡ് as Checkrom and CyanogenMod. CyanogenMod was co-founded by a person called as Steve. Okay. Now, today it has around 20 million users all over the world. ഞാൻ അവിടെ co-founder ചെയ്യാമെന്ന് പറയാം. I used to look after the Gerrit repositories and code for the CyanogenMod base. അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളൊരു 3 years ആയപ്പോൾ തന്നെ ഒരു സ്റ്റേബിൾ റവന്യൂ ജനറേഷൻ സ്ട്രീമായി. വി യൂസ് ടു ഗിവ് ദ സോഫ്റ്റ്വെയർ ഫോർ ഫ്രീ. പക്ഷേ ഒരു അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തു, ചെക്രോം വഴിയും സൈനജൻ വഴിയും. അപ്പം ഞാൻ സൈനജൻ നിന്ന് മാറി എൻ്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്തു. ഇറ്റ്സ് കോൾഡ് as Checkrom. Today we have a share of 2.3 million users on Samsung devices. അപ്പം സാംസങ് ഡിവൈസസിനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മളിങ്ങനെ ഡെലിവർ ചെയ്തപ്പം അതിന് നല്ല people responded to it. People liked it. People started downloading it. My website got a lot of hits. We were featured on all public domain and all over the web. അപ്പം അന്ന് അത് നമ്മൾ ചെയ്ത പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. We just did it out of fun. അപ്പം നമ്മൾ ആൻഡ്രോയിഡിൻ്റെ കോഡ് തന്നെ എടുത്ത് അത് മോഡിഫൈ ചെയ്ത് ഒരു എൻ്റർപ്രൈസ് ബേസ്ഡ് സൊല്യൂഷൻ ഉണ്ടാക്കണമെന്നാണ് മെയിൻ ഗോൾ. We are still working on it. And probably by next year, we'll be releasing it out through major retail partners and big companies who will make the device and ship it with this enterprise OS, which can be bought by companies. Say BlackBerry, for example. When I started, I made some money. Okay, I made sustainable money just to start a company, like essential stuff for a computer, നമുക്കൊക്കെ ഒരു ഓഫീസ് സ്പേസ് റെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബിൽസ് ഇതൊക്കെ പേ ചെയ്യാന്നുള്ള പൈസ ഞാൻ ആപ്സ് വിറ്റ്. I used to get unique idea. I build apps. I sell it on a Play Store. I used to get some good money. I made good money out of it. അച്ഛനും അമ്മമാരിങ്ങനെ ചിന്തിക്കും, ലൈക്ക് എൻ്റെ മോൻ എഞ്ചിനീയർ ആവണം, എൻ്റെ മോൻ ഡോക്ടർ ആവണം. അതിനുവേണ്ടി അവർ നമ്മളെ കോളേജ് ഫീസ്, നമ്മളെ സ്കൂൾ ഫീസ് ഇതെല്ലാം കൊടുത്ത് നമ്മളെ പഠിപ്പിച്ച് ഒരു നിലയെത്തിക്കും. അപ്പം അവരുടെ ഇച്ഛ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തണമെന്നാണ്. അതിൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞ ഏത് ഹേർഡിൽസ് ആണെങ്കിൽ അവർ നമ്മൾക്ക് മാറ്റിത്തരാൻ വേണ്ടി റെഡിയാണ്. പക്ഷെ നമ്മൾ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കും, ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വിഷമമാവും. That was one big hurdle that we also had. Our parents at first were never supportive. My father was a great mentor. അച്ഛൻ എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. My father spent 10,000 rupees and gave me this phone. How can I make the 10,000 10 lakhs? That was my aim. അതിൽ ഞാൻ ഒരു OS ബിൽഡ് ചെയ്തു. അതിൻ്റെ സ്റ്റോക്ക് OS എടുത്ത് കളഞ്ഞു. അതിലൊരു കിഡ്ലം OS ഉണ്ടാക്കി അത് വിറ്റാണ് എൻ്റെ ആദ്യത്തെ ഇൻകം വന്നത്. So basically my father started my first revenue stream. അച്ഛൻ എനിക്കത് വാങ്ങിച്ചു തന്നില്ല, മേ ബി ഐ വോണ്ട് ബി സിറ്റിംഗ് ഹിയർ ഡൂയിങ് ദിസ് ഇൻ്റർവ്യൂ, റൈറ്റ്? ടു ഇയേഴ്സ് ബാക്കാണ് ഈ OS ഉണ്ടാക്കാൻ തന്നെ തുടങ്ങിയത്. സാധാരണ ഒരു ഡിവൈസ് വരുമ്പം അതിൽ സർട്ടൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ഒരു സാംസങ് ഡിവൈസ് എൻ്റെ അടുത്തോളൂ, അതിൻ്റെ ഓൺ ടോപ്പ്
there is something called as a drop-down menu ഉണ്ട്. അപ്പോൾ ഈ മെനുവിൽ shortcuts built in. So they have shortcuts for some particular things like say Wi-Fi, Bluetooth, and mobile data and power saving and all. But it's the user is limited to that frame. He has only 4 things. Okay, so we built something. We can multiply these 4 things. Idu maatralla, we can put in many other things. We can put screenshots there, sound, vibration, or say 3G, 2G, conversion. ഇതെല്ലാം അവിടെ തന്നെ ഇടാം. So he can just drag through and select each one, and so it's easier for the user to use. That's one thing that we developed inside it. Okay, second thing was we preferred security a lot. So we built a secure ecosystem better than what Samsung ever did, right? Like encrypted passwords or encrypted databases. So whatever in your phone is totally encrypted with click of a button. This company thodangita maybe around 6 months. The revenue started coming just 2 months back. In our first 2 years, in first 2 months, we made a profit of 60 lakhs in hardcore cash in hand. After all tax cuts and all that, 60 lakhs is my first profit when I started the company in 2 months. ഫോർജിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച. നമസ്കാരം.